ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് അഡോബ് ലൈറ്റ്റൂമിൻ്റെ മൊബൈൽ ആപ്ലിക്കേഷനെ കുറിച്ചാണ്. മൊബൈലിൽ ഫോട്ടോ എഡിറ്റ് ചെയ്യാൻ അഡോബ് ലൈറ്റ്റൂം ബെസ്റ്റ് ആപ്ലിക്കേഷനാണ്. ഇതിൻ്റെ കമ്പ്യൂട്ടർ വെർഷനും അവൈലബിൾ ആണ്. വീഡിയോയിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പായി നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും അതിൻ്റെ കൂടെയുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യുകയും ചെയ്യുക. എങ്ങനെ മൊബൈലിൽ ഫോട്ടോകൾ എഡിറ്റ് ചെയ്യാമെന്നാണ് ഇന്ന് നോക്കുന്നത്. അതിനായി ആദ്യം അഡോബ് ലൈറ്റ്റൂം ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്യുക. ഓക്കെ, നമ്മൾ പ്ലേ സ്റ്റോറിൽ പോയതിന് ശേഷം ലൈറ്റ്റൂം എന്ന് ടൈപ്പ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ആപ്ലിക്കേഷൻ അവിടെ ഓപ്പണായി വരും. അഡോബ് ലൈറ്റ്റൂം ഫോട്ടോ എഡിറ്റർ ആൻഡ് പ്രോ ക്യാമറ എന്നാണ് ആപ്ലിക്കേഷൻ്റെ പേര്, മുഴുവനായിട്ടുള്ള പേര്. ഇതിൻ്റെ ലേറ്റസ്റ്റ് വെർഷനാണ്. ഇതിൻ്റെ ലാസ്റ്റ് അപ്ഡേഷൻ വന്നത് ജൂലൈ 2020 അപ്പോൾ ഞാൻ ഓൾറെഡി ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ട് എനിക്ക് നേരെ ഓപ്പൺ ചെയ്ത് നമ്മൾ ആപ്ലിക്കേഷനിലേക്ക് പ്രവേശിക്കുന്നു. ലൈറ്റ്റൂം ആൻഡ്രോയിഡിലും iOS-ലും അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾ ആൻഡ്രോയിഡാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നേരെ ഓപ്പൺ പ്രസ് ചെയ്യുക. നിങ്ങൾ ആദ്യമായിട്ടാണ് ഇത് ഇൻസ്റ്റാൾ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് അതുമായി എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമുക്ക് താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. ലൈറ്റ്റൂമിൽ എങ്ങനെ ഫോട്ടോ ആഡ് ചെയ്യാമെന്നാണ് നമുക്ക് ഇന്ന് നോക്കാൻ പോകുന്നത്. നമുക്ക് എഡിറ്റ് ചെയ്യാനുള്ള ഫോട്ടോ ലൈറ്റ്റൂമിലേക്ക് എങ്ങനെ ആഡ് ചെയ്യാമെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതിനായി നമ്മൾ ആദ്യം ഗാലറിയിലേക്ക് പോയതിന് ശേഷം നമുക്ക് എഡിറ്റ് ചെയ്യാനുള്ള ഫോട്ടോ ഏതാണെന്ന് വെച്ചാൽ സെലക്ട് ചെയ്യുക. നമ്മളൊന്ന് എഡിറ്റ് ചെയ്യാൻ പോകുന്നത് നമ്മളൊരു കൂട്ടുകാരൻ്റെ ഫോട്ടോ ആണ്. ഇതാണ് ആ ഫോട്ടോ. അപ്പോൾ ഈ ഫോട്ടോ എങ്ങനെ നമുക്ക് ലൈറ്റ്റൂമിലേക്ക് ആഡ് ചെയ്യാമെന്ന് നോക്കാം. ഷെയർ ബട്ടൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം ആഡ് ടു ലൈറ്റ്റൂമിലേക്ക് ഇത് ആഡ് ആണ്. അപ്പം നമ്മൾ ഇതിന് നേരെ ലൈറ്റ്റൂം ആപ്ലിക്കേഷനിലേക്ക് പോവാം. ഓക്കെ, ലൈറ്റ്റൂം ആപ്ലിക്കേഷനിൽ ആ ഫോട്ടോ വന്നോണെന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് ഓൾ ഫോട്ടോസിൽ പ്രസ് ചെയ്യാം. നമ്മുടെ ഫോട്ടോ ഇവിടെ എത്തിക്കണം. അപ്പോൾ ഇനി ഈ ഫോട്ടോ എങ്ങനെ എഡിറ്റ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. ഈ ഫോട്ടോ ഡാർക്ക് വിൻറ്റേജ് മോഡാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഒരു ഡാർക്കായിട്ടുള്ളൊരു എഫക്റ്റാണ് ഇതിന് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ അതെങ്ങനെ നമ്മൾ ചെയ്യാമെന്നുള്ളതാണ് നമ്മൾ ഇനി കാണിക്കാൻ പോകുന്നത്. നിങ്ങളുടെ ഫോട്ടോക്ക് അനുസരിച്ച് ഞാൻ കൊടുക്കുന്ന മെഷർമെൻറ്റ് ചെറിയ മാറ്റങ്ങൾ നിങ്ങൾക്ക് വരുത്തേണ്ടി വരും. ഈ ഫോട്ടോക്ക് അനുസരിച്ചുള്ള മെഷർമെൻറ്റാണ് ഞാൻ കൊടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഓരോ ലൈറ്റും കളറും എഫക്റ്റും കാര്യങ്ങളൊക്കെ ചെറിയ അളവിൽ നിങ്ങൾക്ക് വ്യത്യാസം വരുത്തേണ്ടി വരും നിങ്ങളുടെ ഫോട്ടോക്ക്. ആ ഫോട്ടോക്ക് അനുസരിച്ച് നിങ്ങൾക്ക് മാറ്റം വരുത്താം. ഫോട്ടോ നമുക്ക് വേണ്ട സൈസിലേക്ക് ഭാഗം ഇവിടെ ഒരു കൈയൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ ആ ഭാഗമൊക്കെ നമുക്ക് ക്രോപ്പ് ചെയ്ത് വെക്കാം. ഇതിനായിട്ട് താഴെ കാണുന്ന ക്രോപ്പ് ബട്ടൺ പ്രസ് ചെയ്തതിന് ശേഷം ഈ ലോക്ക്ഡ് എന്നുള്ള ബട്ടൺ കൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലേക്ക് അതിനെ ക്രോപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ആ ഭാഗം മാത്രം ഒഴിവാക്കിയാൽ മതി, ബാക്കിയൊക്കെ നമുക്ക് വേണം. ഓക്കെ കൊടുത്ത് ഓക്കെ പ്രസ് ചെയ്യാം. മുകളിൽ ടിക്ക് മാർക്ക് ഉണ്ടാവും, കൊടുത്തു കഴിഞ്ഞാൽ ഓക്കെ.
നമ്മുടെ പിക്ചർ ഇപ്പോൾ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഈ പിക്ചറിൽ ഇനിയും നമുക്ക് എന്തെങ്കിലും എഡിറ്റ് മാറ്റങ്ങൾ വരുത്തണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇനി ചെയ്യാവുന്നതാണ്. എഡിറ്റ് ചെയ്ത് കഴിഞ്ഞ ശേഷം ഇത് നമ്മുടെ ലൈറ്റ് റൂമിലായിട്ട് സേവ് ആയി കിടക്കുക ഓട്ടോമാറ്റിക്. അപ്പോൾ ഇതിനെ നമുക്കൊരു ഇമേജാക്കി മാറ്റണം എന്നുണ്ടെങ്കിൽ ഇന്ന് നമ്മൾ മുകളിലുള്ള ഷെയർ ബട്ടൺ പ്രസ് ചെയ്തിട്ട് സേവ് ടു ഡിവൈസ് എന്നുള്ള ബട്ടൺ പ്രസ് ചെയ്യണം. അപ്പോൾ നമ്മൾ ഗാലറിയിലേക്ക് സേവ് ആയി. ഓക്കെ, അപ്പോൾ നമ്മുടെ ഗാലറിയിലേക്ക് ഇത് സേവ് ആയി. ഫോട്ടോ എക്സ്പോർട്ടിങ് സക്സസ്ഫുൾ എന്ന് കാണിച്ചു. ഇതേ എഫക്റ്റ് എങ്ങനെ മറ്റൊരു ഫോട്ടോയിലേക്ക് ആഡ് ചെയ്യാമെന്ന് കൂട്ടുണ്ട്. നമ്മൾ ഒരു പ്രാവശ്യം എഡിറ്റ് ചെയ്ത് കഴിഞ്ഞു, കറക്റ്റ് മെഷർമെൻറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തു. ഈ അളവിൽ ഇതിൻ്റെ കോൺട്രാസ്റ്റും ഇതൊക്കെ ഇതേ അളവിൽ സെയിം ഒരു ടച്ചുള്ളൊരു ഫോട്ടോയിലേക്ക് എങ്ങനെ കോപ്പി ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് നമുക്ക് വേറൊരു ഫോട്ടോ ഫോട്ടോഷോപ്പിൽ ലൈറ്റ് റൂമിലേക്ക് ആഡ് ചെയ്യാം. അതേ ഒരു ടച്ചുള്ള ഒരു ഫോട്ടോ ആണ് നമ്മൾ സെലക്ട് ചെയ്യാൻ പോകുന്നത്. ഇത് നമ്മൾ ഈ ഫോട്ടോ ആണ് സെലക്ട് ചെയ്യുന്നത്. ഈ ഫോട്ടോയിൽ നമുക്ക് അതുപോലെ ലൈറ്റ് റൂമിലേക്ക് ആഡ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ലൈറ്റ് റൂമിലേക്ക് ആ ഫോട്ടോ വന്നു. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, നമ്മൾ മുമ്പ് ചെയ്ത ഫോട്ടോയിൽ നിന്നും ഇതിൻ്റെ മുകളിലുള്ള 3 ഡോട്ട് ബട്ടൺ പ്രസ് ചെയ്ത് കോപ്പി സെറ്റിങ്സ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ടിക്ക് പ്രസ് ചെയ്തതിനു ശേഷം ബാക്ക് വരിക. നമ്മൾ ഏത് ഫോട്ടോയിലാണോ ആ എഫക്റ്റ് കൊടുക്കേണ്ടത് ആ ഫോട്ടോ ഓപ്പൺ ചെയ്യുക. എന്നിട്ട് 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്തിട്ട് പേസ്റ്റ് സെറ്റിങ്സ് എന്ന് കൊടുക്കുക. അപ്പോൾ നമ്മൾ ചെയ്ത ആ സെയിം എഫക്റ്റ് നമ്മുടെ പുതിയ ഫോട്ടോയിലേക്ക് അപ്ലൈ ആയി. അപ്പോൾ ഇതിൽ ഇനി നമുക്ക് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ മാറ്റങ്ങൾ വരുത്താം. നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ കളർ അഡ്ജസ്റ്റും കാര്യങ്ങളൊക്കെ എന്ത് വേണമെങ്കിലും ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇതാണ് നമ്മൾ എഡിറ്റ് ചെയ്ത ഇമേജ്. ഇതുപോലുള്ള പല കളർ ടോണിൽ നമുക്ക് ഇമേജുകൾ എഡിറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. ഇതുവരെ കണ്ടവർക്ക് നന്ദി.